പേര് മാത്രമാണ് ഇത്രയും ആൾക്കാർ ചോദ്യം ചോദിക്കാനായിട്ട്. ഒരു 10-35-40 പേര് കാണും. മമ്മൂട്ടി കമ്പനി ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ ഓക്കെ, അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാമെന്ന് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം, ബുദ്ധിമുട്ടിക്കേണ്ട കൂടി നമ്മൾ ഏതായാലും ഒരു വീട് തുറന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് തന്നെ അല്ലാതെ നമ്മുടെ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം. അതിനോട് നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ റോഡനിക്കുന്ന പടങ്ങളൊക്കെ വരും, നമ്മളെ കൊണ്ടാവുന്നവർ വരും. ഇപ്പം സിനിമ ഇറങ്ങി ഇന്നലെ കുറേ റിവ്യൂസ് വന്നു. അപ്പോൾ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സുരേഷേട്ടൻ്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പോൾ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ? ഖത്തറില്ല. അത് ഈ ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ അവരുടെ ഫാദറിൻ്റെ കൂടിയൊക്കെയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. മുൻപ് സെറ്റിലൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് സാർ, കാണുമ്പോൾ എഴുതാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളൊന്നും ചെയ്യില്ല, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറുന്നത് എന്നോട്. സിനിമയിൽ നമ്മൾ ഒന്നും വലിയ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണാം. അത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞുള്ളൂ. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമിന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലുണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതം അല്ലെ ഗോകുൽ. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ നമുക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോയിട്ടാണ് പറഞ്ഞത്. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. മൊത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തു. ഈ സിനിമയല്ല നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു 10 സിനിമകളിൽ 6 സൗണ്ട്. ഈ സിനിമയിൽ മാത്രമല്ല 6 സൗണ്ട്. ഇത് എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു. കഴിഞ്ഞ സിനിമകളിലൊക്കെ 6 സൗണ്ട്. 6 സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമില്ല. ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളത്. നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബ്ബിംഗ് 6 സൗണ്ട് ആയിരുന്നു. മറ്റേ വിച്വൽ ക്യാമറയൊക്കെ ഈ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് വേറൊരു മെഷീനും കൂടി ഉണ്ടാവും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീടത് അതൊരു വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല.